ഒരിടത്ത് ഭീരുവായ ഒരാളുണ്ടായിരുന്നു. ചുറ്റിലുമുള്ള എന്തിനേയും ഭയം. ആളുകളുടെ മുഖത്ത് നോക്കാനും അയാൾ ഭയമായിരുന്നു. സംസാരിക്കാനും അയാൾ ഭയപ്പെട്ടു. അങ്ങനെയിരിക്കെ അയാളോട് ഒരു സുഹൃത്ത് പറഞ്ഞു, സെൻ ഗുരുവിനെ ഒന്ന് പോയി കാണൂ. ആയോധന കലയിൽ അദ്ദേഹം അഗ്രഗണ്യനാണ്. അദ്ദേഹം താങ്കളുടെ ഭയം മാറ്റി നൽകും. സുഹൃത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് അയാൾ സെൻ ഗുരുവിൻ്റെ അടുത്തെത്തി. തൻ്റെ പ്രശ്നം തുറന്നു പറഞ്ഞ ശേഷം ഭയം മാറുവാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഗുരുനാഥനോട് ചോദിച്ചു. ഭയം മാറ്റിത്തരാം എന്ന് ഉറപ്പ് കൊടുത്ത ഗുരു അയാളോട് അടുത്തുള്ള പട്ടണത്തിൽ പോകാനും അവിടെ കാണുന്ന 20 പേരോട് താൻ ഭീരുവാണ് എന്ന് പറയുവാനും ആവശ്യപ്പെട്ടു. ഈ ആവശ്യം അയാളെ കുഴക്കി. എന്നാൽ ഗുരുനാഥൻ പറഞ്ഞത് അനുസരിക്കാൻ തന്നെ അയാൾ തീരുമാനിച്ചു. ഞാൻ ഭീരുവാണെന്ന് പറയാൻ പട്ടണത്തിലെത്തി. പക്ഷേ ആരുടെയും മുഖത്ത് നോക്കാൻ ധൈര്യം ഇല്ലാത്തതിനാൽ പറയാനാവാതെ ആദ്യത്തെ ദിവസം തിരിച്ചു പോന്നു. 2 ആഴ്ചകൾ കടന്നുപോയി. എന്നാൽ ഇനിയും നീട്ടിക്കൊണ്ടു പോകുന്നതിൽ അർത്ഥമില്ല എന്ന് അയാൾ മനസ്സിലാക്കി. ആദ്യത്തെ കടമ്പ കടന്ന് ഗുരുവിൻ്റെ അടുത്തെത്തി ഭയം മാറ്റിയെടുക്കണം. രണ്ടും കൽപ്പിച്ച് അയാൾ വീണ്ടും പട്ടണത്തിലെത്തി. അവിടെ നിന്ന് ധൈര്യം സംഭരിച്ചുകൊണ്ട് ആദ്യം കണ്ട ഒരാൾക്ക് കൈ കൊടുത്ത ശേഷം ഇങ്ങനെ പറഞ്ഞു, സാർ, ഞാനൊരു ഭീരുവാണ്. മുഖത്ത് നോക്കാതെയാണ് അയാൾ അത്രയും പറഞ്ഞത്. ഇതിനുശേഷം പിന്നീട് കണ്ടവരുടെ കൈ പിടിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാനൊരു ഭീരുവാണ്. എന്നാൽ ഓരോ തവണയും ഇത് പറയുമ്പോൾ തനിക്ക് എന്തോ മാറ്റം സംഭവിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. 20ാമത്തെ ആളോട് പറയും മുമ്പേ മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ അയാൾ തുടങ്ങിയിരുന്നു. ഒടുവിൽ അവസാനത്തെ ആളോട് പറയുമ്പോൾ തൻ്റെ ഭയം എവിടെയോ നഷ്ടപ്പെട്ടു പോയെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. ഇതിനുശേഷം അയാൾ ഗുരുവിൻ്റെ മുന്നിലെത്തി പറഞ്ഞു, ഗുരുവേ, എനിക്കിപ്പോൾ ആരുടെയും മുഖത്ത് നോക്കാനോ സംസാരിക്കാനോ ഭയമില്ല. പക്ഷേ ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് എനിക്കറിയില്ല. ഗുരു ഒന്ന് പുഞ്ചിരിച്ചു. അതിനുശേഷം അയാളോട് പറഞ്ഞു, കാര്യം വളരെ ലളിതമാണ്. എപ്പോൾ മുതലാണ് നീ ഭീരുവാണ് എന്ന് അംഗീകരിച്ചത്, അല്ലെങ്കിൽ നിനക്കൊരു പ്രശ്നം ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത്, ആ നിമിഷം മുതൽ പരിഹരിക്കാനുള്ള കഴിവ് നീ ആർജിച്ചു തുടങ്ങി. നമ്മുടെ ജീവിതത്തിലും ഭയത്തെ അതിജീവിക്കാനുള്ള മാർഗം ഭയത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. രണ്ടാമതായി ആ ഭയത്തിലേക്ക് എടുത്തു ചാടാൻ തയ്യാറാവുക എന്നതാണ്. പ്രശ്നങ്ങളെ നേരിടാതെ ഭയം ഇല്ലാതാക്കാനാവില്ല. ഭയത്തെ കീഴടക്കി വിജയിച്ചവരോട് സംസാരിക്കുക. ഇങ്ങനെ സ്വയം തിരിച്ചറിവ് നേടിയാൽ ഭയത്തെ മറികടക്കാനും വലിയ നേട്ടങ്ങൾ സ്വന്തമാക്കാനും സാധ്യമാകും. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീ ലളിതാ പരമേശ്വരി ദേവിയുടെ അവതാര ഉദ്ദേശം ഭണ്ഡാസുരവധമായിരുന്നു. അത് സാധ്യമായി. അതിനുശേഷം ബ്രഹ്മാവും ഇന്ദ്രനും മറ്റു ദേവാദികളും ജഗദംബികയായ ജഗദീശ്വരിയായ അമ്മയുടെ മുന്നിലെത്തി പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിച്ചു. ലളിതാ സഹസ്രനാമത്തിലെ ഒരു മന്ത്രമായി ഈ മനോഹരമായ കാഴ്ച വശിന്യാദി വാഗ്ദേവതകൾ കുറിച്ചുവച്ചു. അതാണ് ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ എന്ന 83ാമത്തെ നാമമന്ത്രപുഷ്പം. ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദി ദേവസംസ്തുത വൈഭവ. ഭണ്ഡാസുരൻ്റെ വധത്താൽ സന്തുഷ്ടരായ ബ്രഹ്മാവിനാലും ഉപേന്ദ്രനാലും, ഉപേന്ദ്രൻ എന്ന് പറഞ്ഞാൽ വിഷ്ണുവിനാലും മഹേന്ദ്രൻ തുടങ്ങിയവരാലും സംസ്തുതമായ, സ്തുതിക്കപ്പെട്ട വൈഭവത്തോട് കൂടിയവൾ. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയവരാൽ സ്തുതിക്കപ്പെട്ട വൈഭവത്തോട് കൂടിയവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ശ്രീ മഹാവിഷ്ണുദേവനെ ഉപേന്ദ്രൻ എന്നാണ് ഈ നാമത്തിൽ പറഞ്ഞിട്ടുള്ളത്. മഹാഭക്തനായ ബലിയിൽ നിന്നും ത്രിലോകങ്ങളെ വീണ്ടെടുത്ത് ദേവേന്ദ്രന് നൽകി ദേവന്മാരെ രക്ഷിക്കുന്നതിന് മഹാവിഷ്ണു ദേവമാതാവായ അദിതിയുടെ 12ാമത്തെ പുത്രനായി വാമനാവതാരമെടുത്തു. അതുകൊണ്ടാണ് മഹാവിഷ്ണുവിനെ ഉപേന്ദ്രൻ എന്ന് പറയുന്നത്. അസ്മിന്നവസരേ ദേവാ ഭണ്ഡമർദ്ദനതോഷിത സർവേപി സേവിതും പ്രാപ്ത ബ്രഹ്മവിഷ്ണു പുരോഗമാ. ബ്രഹ്മാവിഷ്ണുശ്ച രുദ്രശ്ച ശക്രോ ദിക്പാസ്തഥൈവ ച
ആദിത്യാവസവോ രുദ്ര മരുത സാധ്യദേവത സിദ്ധാ കിം പുരുഷായക്ഷ നിരൃത്യാദ്യ നിശാചര പ്രഹ്ലാദാദ്യ മഹാദൈത്യ സർവേഭ്യണ്ഡനിവാസിന ആഗത്യ തുഷ്ടുവു പ്രീത്യ സിംഹാസനമഹേശ്വരീം. ബ്രഹ്മാണ്ഡ മഹാപുരാണത്തിലെ ലളിതോപാഖ്യാനത്തിൽ 27-ാം അധ്യായത്തിലെ 7 മുതൽ 9 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇവ. ഇതിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്. ഈ അവസരത്തിൽ ഭണ്ഡാസുരൻ്റെ വധത്തിൽ സന്തോഷമുള്ള ബ്രഹ്മദേവൻ, ശ്രീ മഹാവിഷ്ണു എന്നിവരോടൊപ്പം എല്ലാ ദേവന്മാരും അമ്മയെ സേവിക്കുന്നതിനായി അവിടുത്തെ സന്നിധിയിലെത്തിച്ചേർന്നു. ബ്രഹ്മാവ്, വിഷ്ണു, രുദ്രൻ, ഇന്ദ്രൻ, ദിക്പാലകർ, ആദിത്യന്മാർ, വസുക്കൾ, രുദ്രന്മാർ, മരുത്തുകൾ, സാധ്യർ, സിദ്ധർ, കിംപുരുഷർ, യക്ഷർ, നിരുതി, നിശാചരർ, പ്രഹ്ലാദൻ തുടങ്ങിയ മഹാദൈത്യർ എന്നിങ്ങനെ ബ്രഹ്മാണ്ഡവാസികളായ എല്ലാവരും വന്ന് സിംഹാസനേശ്വരിയായ ലളിതാദേവിയെ സന്തോഷത്തോടുകൂടി സ്തുതിച്ചു. ഈ ശ്ലോകങ്ങളുടെ അർത്ഥം ഇതാണ്. ഓം ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവ സംസ്തുതവൈഭവായൈ നമഃ. ഓം ഓം ഹ്രീം ബ്രഹ്മോപേന്ദ്രമഹേന്ദ്രാദിദേവ സംസ്തുതവൈഭവായൈ നമഃ. എപ്പോഴും സന്തോഷവും സമാധാനവും നൽകാൻ കഴിയുന്ന ഒരു മഹാമന്ത്രമാണ് ഇത്. ശ്രീ മഹാദേവിയുടെ സമീപത്ത് അമ്മയെ സേവിച്ചുകൊണ്ട് എല്ലാ ദേവതകളും ഉള്ളതായി സങ്കല്പിച്ചുകൊണ്ട് ഈ മന്ത്രം ജപിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. ഗ്രഹദോഷങ്ങളും മറ്റും മാറിക്കിട്ടുന്നതിന്, രോഗം, ദുരിതം എന്നിവയൊക്കെ മാറി സ്വസ്ഥത കൈവരുന്നതിന് മറ്റു മന്ത്രങ്ങൾ പോലെ തന്നെ ഈ മന്ത്രവും അത്യുത്തമം തന്നെയാണ്. ഭയം മാറിക്കിട്ടുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഈ മന്ത്രം അച്ഛനും അമ്മയും കുഞ്ഞുങ്ങളുടെ അടുത്ത് കിടക്കുമ്പോൾ ഈ മന്ത്രം ജപിച്ച് അവരെ ചേർത്ത് പിടിച്ച് അമ്മയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുക, ഈ മന്ത്രം നൽകുക. അവ പതുക്കെ ജപിച്ച് അവരുടെ ഭയം മാറ്റുകയും ജീവിതത്തിൽ വളരെ വലിയ ഉന്നത സ്ഥാനങ്ങളിൽ അമ്മ അവരെ എത്തിക്കുകയും ചെയ്യും. ഭണ്ഡാസുരൻ്റെ വധത്തിന് ശേഷം ബ്രഹ്മാദികൾ ലളിതാ പരമേശ്വരി ദേവിയെ സ്തുതിച്ചു. സന്തോഷവതിയായ അമ്മയ്ക്ക് അവർ ഭർത്താവിൻ്റെ വിയോഗം കൊണ്ട് മലിനമായ വേഷത്തോടും ദുഃഖം കൊണ്ട് കരയുന്നവളുമായ രതീദേവിയെ കാണിച്ചു കൊടുത്തു. വൈധവ്യ ദുഃഖം കൊണ്ട് അവൾ അവശയായിരുന്നു. അവളെ അതിൽ നിന്നും മോചിപ്പിക്കണം എന്ന് ജഗദീശ്വരിയോട് ബ്രഹ്മാദി ദേവകൾ അഭ്യർത്ഥിച്ചു. ലളിതോ ആഖ്യാനത്തിൽ ഈ ഭാഗം ഇപ്രകാരം വിവരിക്കുന്നു. സാബല്യശ്രുമുഖീ കൂർണകുന്തള ധൂളിധൂസര നനാമ ജഗദംബായൈ വൈധവ്യാത്യക്തഭൂഷണ അഥ തദ്ദർശനോത്പന്ന കാരുണ്യാ പരമേശ്വരീ കാന്തം കടാക്ഷയാമാസ കാമേശ്വരമനിന്ദിത തത കടാക്ഷാത് ഉത്പന്ന സ്മയമാനമുഹാംബുജ പൂർവദേഹാധികരുചിർമന്മഥോ മദമേദുര ദ്വിഭുജ സർവഭൂഷാഢ്യ പുഷ്പേഷു പുണ്ഡകാർമുക ആനന്ദയൻ കടാക്ഷേണ പൂർവജന്മപ്രിയാം രതീം. അഥ സാ രതീദേവീ ച മഹത്യാനന്ദസാഗരേ മജ്ജന്തി നിജഭർത്താരം അവലോക്യമുദം ഗദാ. കണ്ണീരൊലിക്കുന്ന മുഖത്തോടും പൊടിയണിഞ്ഞ് പാറിപ്പറക്കുന്ന മുടിയോടും വൈധവ്യ ദുഃഖം കൊണ്ട് ആഭരണങ്ങളെല്ലാം ഉപേക്ഷിച്ചവളുമായ രതീദേവി ലളിതാ പരമേശ്വരീ ദേവിയെ നമസ്കരിച്ചു. ആ രൂപം കണ്ട് കാരുണ്യം തോന്നിയ ശ്രീ പരമേശ്വരിയായ ലളിതാംബികാദേവി തൻ്റെ പ്രിയതമനായ കാമേശ്വരനെ കടക്കണ്ണുകൊണ്ടു നോക്കി. ആ നോട്ടത്തിൽ നിന്നും പുഞ്ചിരി പൊഴിക്കുന്ന മുഖാരവിന്ദത്തോടും മുമ്പുണ്ടായിരുന്ന ശരീരത്തേക്കാൾ അധികം കാന്തിയോടും
വർദ്ധിച്ച മതത്തോടും 2 കൈകളോടും കൂടിയവനായി കാമദേവൻ ഉദ്ഭവിച്ചു. ആ ദേവൻ എല്ലാ ആഭരണങ്ങളും അണിഞ്ഞവനായിരുന്നു. പൂവമ്പ്, കരിമ്പ് വില്ല് എന്നിവ ധരിച്ചവനുമായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ ജന്മത്തിലെ പത്നിയായ രതീദേവിയെ കടാക്ഷം കൊണ്ട് ആനന്ദിപ്പിച്ചു. രതീദേവി തൻ്റെ ഭർത്താവിനെ ദർശിച്ച് ആനന്ദമാകുന്ന മഹാസമുദ്രത്തിൽ മുങ്ങിയവളായി. അത്ഭുതകരമായ ഈ രംഗത്തിന് സാക്ഷ്യം വഹിച്ച വശിന്യാദി വാഗ്ദേവതകൾ ഈ സംഭവത്തെയും ലളിതാ സഹസ്രനാമത്തിലെ 84-ാമത്തെ മന്ത്രമായി ഇങ്ങനെ എഴുതി: ഹരനേത്രാഗ്നിസന്തപ്ത കാമസഞ്ജീവനൌഷധി. ഹരൻ്റെ, ശ്രീ പരമേശ്വരൻ്റെ നേത്രാഗ്നിയിൽ 3-ാം കണ്ണിൽ നിന്നും പുറപ്പെട്ട തീയിൽ സന്ദഗ്ധനായ, പൂർണ്ണമായിട്ടും ഇരിഞ്ഞുപോയ കാമന്, മന്മഥന് സഞ്ജീവനൌഷധിയായവൾ, ജീവിപ്പിക്കുന്ന മരുന്നായവൾ. ശിവൻ്റെ 3-ാമത്തെ തൃക്കണ്ണിൽ നിന്നും ഉണ്ടായ അഗ്നിയിൽ ഭസ്മമായ കാമദേവനെ ജീവിപ്പിക്കുന്ന ഔഷധിയായവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം. ഹരൗരുഷ്ടേ ഗുരുസ്ത്രാതാ ഗുരൗ രുഷ്ടേ ന കശ്ചന. ഹരി കോപിച്ചാൽ ഗുരു രക്ഷ നൽകുന്നു. അതായത് മഹാവിഷ്ണു കോപിച്ചു കഴിഞ്ഞാൽ ഗുരു രക്ഷയ്ക്കുണ്ടാവും. എന്നാൽ ഗുരു കോപിച്ചു കഴിഞ്ഞാൽ രക്ഷിക്കാൻ ആരുമില്ല. ഇവിടെ ഹരി ഉപാസക ദേവതയാണ്, അതായത് ദേവിയാണ്. അമ്മയുടെ കോപത്തിൽ നിന്ന് മഹാദേവൻ രക്ഷിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ആദ്യനാഥനായ പരമശിവനാണ് ഏറ്റവും ഉന്നതനായ ആദ്യത്തെ ഗുരു. ഈ അഭിപ്രായം ഒരു വിരോധാഭാസമാണെന്ന് തോന്നിയേക്കാം. കാരണം പരമേശ്വരനും അമ്മയുടെ ഉപാസകനാണ്. ശ്രീ ത്രിപുരസുന്ദരിയാണ് ശ്രീ മഹാദേവൻ്റെ ഗുരു. യോഗിനി ഹൃദയത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്: അന്യായേന ന ദാതവ്യം നാസ്തികാനാം മഹേശ്വരീ ഏവം ത്വയാഹമജ്ഞാപ്തോ മത് ഇച്ഛാലാപയാ പ്രഭു. മഹേശ്വരി, ഈ വിദ്യ നാസ്തികന്മാർക്ക് നൽകരുത്. ഇപ്രകാരം എൻ്റെ ഇച്ഛാസ്വരൂപിയായ ഭവതി എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്. ഏതൊരു ഉദ്യമത്തിനും ആഗ്രഹമാണ് കാരണം. മഹാദേവൻ്റെ പ്രവർത്തികൾക്ക് കാരണം ശ്രീ മഹാദേവി തന്നെയാണ്. ശക്തിയില്ലാത്ത ശിവന് നാമമോ വാസസ്ഥലമോ ഇല്ല. തന്ത്രശാസ്ത്രങ്ങൾ ഉണ്ടാക്കിയത് ശ്രീ മഹാദേവൻ തന്നെയാണ്. കാമദേവനെ ജീവിപ്പിച്ചു എന്നതിൽ നിന്നും പ്രപഞ്ച സൃഷ്ടിക്ക് തുടക്കം കുറിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. സംഹാരരുദ്രനായ മഹാദേവൻ പ്രപഞ്ചം മുഴുവൻ ഭസ്മമാക്കുന്നു. പിന്നീട് അതിനെ സൂക്ഷ്മമായ രൂപത്തിൽ ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നു. സമയം വരുമ്പോൾ പരബ്രഹ്മത്തിൻ്റെ ഇച്ഛ കൊണ്ട് ചലിച്ച് കാമദേവനെ വീക്ഷിക്കുന്നു. സൃഷ്ടി സങ്കല്പം കൊണ്ട് പരബ്രഹ്മം സദാശിവനായി അമ്മയുടെ സഹായത്തോടുകൂടി വീണ്ടും സൃഷ്ടി ആരംഭിക്കുന്നു. സൃഷ്ടികർമ്മത്തിന് പ്രേരണ നൽകുന്ന കാമദേവൻ ഇതിനായി വീണ്ടും ജനിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയും ഒരു വ്യാഖ്യാനം ഈ മന്ത്രത്തിന് വിദ്വാൻമാർ നൽകുന്നുണ്ട്. വേദാന്തപരമായി നോക്കിയാൽ കാമനെ ജീവാത്മാവായിട്ട് വ്യാഖ്യാനിക്കുക. പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായി ശരീരത്തിൽ വസിക്കുന്ന ദേഹിയായി മാറുന്നത്. ശരീരമാണ് താൻ എന്ന ബോധം കൊണ്ടും കർമ്മവാസനകൾ കൊണ്ടും അജ്ഞാനം കൊണ്ടും ദഹിക്കുന്ന ജീവാത്മാവിന് അമ്മയുടെ ആ നോട്ടമുണ്ട്, അത് പുനർജന്മം നൽകുന്നു. വിദ്യയുടെ രൂപമായ അമ്മയോടുള്ള ഭക്തി കൊണ്ട്, അമ്മയോട് ഉപാസിക്കുന്നത് കൊണ്ട് അജ്ഞാനം കൊണ്ട് ദഹിക്കുന്ന ജീവാത്മാവ് പൂർവാധികം സുന്ദരമായ രൂപം കൈക്കൊള്ളുന്നു. തൻ്റെ സ്വരൂപം തിരിച്ചറിഞ്ഞ് മോക്ഷം പ്രാപിക്കുന്നു എന്ന് അർത്ഥം. വിഷയങ്ങളോടുള്ള കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഇരിഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിഷയങ്ങളോടുള്ള ആഗ്രഹം ഇരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് ആത്മജ്ഞാനം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് വേദാന്തപരമായിട്ടുള്ള ഈ വ്യാഖ്യാനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഓം ഹരനേത്രാഗ്നിസന്തപ്ത കാമസഞ്ജീവനൌഷധ്യൈ നമഃ. ഓം ഓം ഹ്രീം ഹരനേത്രാഗ്നിസന്തപ്ത
സമസ്തകാമസഞ്ജീവനൌഷധ്യൈ നമഃ. മഹാമൃത്യുഞ്ജയ മന്ത്രത്തിൻ്റെ ഫലം നൽകുന്ന ലളിതാ സഹസ്രനാമത്തിലെ ഒരു മഹാമന്ത്രമാണിത്. മൃത്യുഞ്ജയ മന്ത്രം കൊണ്ട് എന്തെല്ലാം കാര്യമാണ് സാധ്യമാവുക, അതൊക്കെ തന്നെ ഈ മന്ത്രം കൊണ്ടും സാധ്യമാകും. മഹാകാമേശ്വരനോടൊപ്പം ലളിതാ പരമേശ്വരീ ദേവിയെ ധ്യാനിച്ചുകൊണ്ട് ഉദയസൂര്യനിൽ നോക്കി ഈ മന്ത്രം 108 പ്രാവശ്യം ജപിക്കുക. 3 തിങ്കളാഴ്ചകളിൽ ഇത് ജപിച്ചു കഴിഞ്ഞാൽ ഏത് നടക്കാത്ത ആഗ്രഹവും നടക്കുമെന്ന് മാത്രമല്ല, ജപിക്കുന്ന ആളിൻ്റെ വീട്ടിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ടും. ആപത്ത് കൊണ്ടുള്ള മരണം, അകാല മരണം, രോഗപീഠകൾ പിടിപെട്ട് ദീർഘകാലം ആശുപത്രിയിൽ കിടന്നും നരകിച്ചുള്ള മരണം, വിഷബാധ കൊണ്ടുള്ള മരണം, അഗ്നിബാധയാലുള്ള മരണം എന്നിവയിൽ നിന്നൊക്കെ രക്ഷിച്ചുകൊണ്ട് സൗഖ്യവും ദീർഘായുസ്സും നൽകുന്ന ഒരു മഹാമന്ത്രമാണ് ലളിതാ സഹസ്രനാമത്തിലെ ഈ നാമം. ശ്രീ മഹാദേവൻ ഒപ്പം ലളിതാദേവി എന്നിവരെ ധ്യാനിച്ചുകൊണ്ട് ഈ മന്ത്രം ദിവസവും 7 പ്രാവശ്യം രാവിലെ ജപിക്കുന്നവർക്ക് എത്ര കഠിനമായ ശനിദോഷമുണ്ടെങ്കിലും അതിന് ശമനം കിട്ടുന്നതാണ്. രാഹു, കേതു എന്നീ ഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്നതിനും ഈ മന്ത്രം ചൊവ്വ, വെള്ളി എന്നീ ദിവസങ്ങളിൽ 21 പ്രാവശ്യം ജപിച്ചാൽ മതിയാകും. ആദിപരാശക്തിയായ ജഗദീശനി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലളിതാ ത്രിപുരസുന്ദരി ദേവിയുടെ തൃപ്പാദ പത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.